സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ്. ആ തീരില്ലാതെ കുളിക്കും. ഇനി എന്ത് ചെയ്യും നിങ്ങള്? ഒരു തുണിയില്ലാണ്ട് കുളിക്കും. ആ ഇത്രത്തോളം ചെയ്യുന്നത് നിയമത്തിനെ മാനിച്ചിട്ട്, ഇത്ര പോലെ തുണി ഉടുക്കുന്നത് നിയമത്തിനെ മാനിച്ചിട്ട്, കോടതിനെ മാനിച്ചിട്ട്. ഈ തുണിയും നിങ്ങൾ അർഹിക്കുന്നില്ല. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാലിന് പിന്നെ ശിങ്കിടി പാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ബിന്ദു ഈ തുണി. ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർജ 2002 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ശ്രീലു ടീച്ചറിൻ്റെ വീഡിയോ ആയിരുന്നു. ശ്രീലു ടീച്ചർ നമ്മൾ ഓപ്പൺ എയർ ടെറസിൽ നിന്ന് ഓപ്പണായിട്ട് കുളിക്കുന്ന ഒരു വീഡിയോ. അതായത് ആരോടൊക്കെ ഉള്ള നിങ്ങൾ കണ്ടോ, ഇവിടെ കണ്ടോ, അവിടെ കണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അധ്യാപികയ്ക്ക് ചേരുന്നതല്ലെന്നും ഡ്രസ് കോഡ് ഇങ്ങനെ അല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടോ. വേറെ വലുതായിട്ട് എനിക്ക് ഒരുപാട് പേര് കാണുന്ന ചാനലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കണം എനിക്കിതിൽ ഒരൊറ്റ കമൻറ്റാണ് എനിക്ക് വന്നൊരു കമൻറ്റ്. മാനസികമായി പീഡനം സഹിച്ചാൽ ഇതിലപ്പുറവും ചെയ്യും. രാഷ്ട്രീയക്കാർക്ക് എന്തും ചെയ്യാം എന്നുണ്ടെങ്കിൽ അധ്യാപിക ഇങ്ങനെ പ്രതികരിച്ചു പോകും. ഞാനും ഒരു അധ്യാപികയാണ്. ഒരു കമൻറ്റ് വന്നതാണ് കേട്ടോ. എനിക്കത് ദേഷിച്ച് ആയിട്ടാണ് ഒരു ഇമോജിയൊക്കെ ഇട്ടിട്ടൊരു കമൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുക, സുഹൃത്തെ, എന്നോടുള്ള ദേഷ്യമല്ല കാണിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കണ്ടന്റിനോടുള്ള കാര്യത്തിൽ പറഞ്ഞതാണ്. അവർക്കല്ല ഞാൻ ഈ പറയുന്ന വ്യക്തിയായിട്ട് നേരിട്ടോ ഒരു പരിചയവുമില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, പ്രതിഷേധിക്കാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. തൻ്റെ ന്യൂഡിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ വൾഗാരിറ്റിയൊക്കെ പുറത്ത് കാണിച്ചിട്ടാണോ നമ്മളൊരു വിഷയത്തോട് പ്രതികരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇവരോട് ആരെങ്കിലും വന്ന് പറഞ്ഞോ നിങ്ങൾ കുളിക്കുന്നത് മോശമാണെന്നും, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് ഫീൽഡിലാണോ നമുക്ക് മോശം സംഭവിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. ആ ടീച്ചറിന്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ അപമാനിച്ചു എന്ന് പറയുന്നു. ആ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമത്തിന്റെ രീതിയിൽ പ്രതികരിക്കാം. പക്ഷേ അപമാനിച്ചു എന്ന് പറയുന്നതിന് തൊട്ട് മുന്നായിട്ടൊരു സംഭവം, ഈ ടീച്ചറിന്റെ യൂട്യൂബ് ചാനലിൽ ടീച്ചർ നിരന്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ആളുകൾ അതിനെതിരെ പ്രതികരിക്കുന്നത്. ടീച്ചറിന്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ. കാര്യം ടീച്ചർ പറയാനുള്ള ടീച്ചർ ഇതിനെ പ്രതിഷേധിച്ച്, ടീച്ചർ കണ്ണൂരുകാരിയാണ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്ഥലത്തുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള കുളി, DTക്ക് വേണ്ടിയിട്ടുള്ള കുളി, അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി ടീച്ചർ ഓരോ ദിവസം കുളിക്കുന്ന വീഡിയോസ് ടീച്ചർ പിറ്റേന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് ടീച്ചർ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടേക്കുന്നൊരു കുളിയുണ്ട്. നമ്മുടെ മന്ത്രി ബിന്ദുവിനെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയനെയൊക്കെ എതിർത്തുകൊണ്ട് എന്തൊക്കെയോ പറയുന്നത്. ടീച്ചറിനൊരു വ്യക്തതയില്ല. ടീച്ചർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. അതായത് ആരൊക്കെയോ ടീച്ചറിനെ കൊണ്ട് പറയിക്കുന്നത് പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത കാര്യം. എന്നുവെച്ചാൽ ടീച്ചർ ആദ്യത്തെ വീഡിയോക്കകത്ത് തൻ്റെ പ്രതികാരമാണെന്നൊന്നും പറയുന്നില്ല. ടീച്ചർ അല്ലാതെ നിങ്ങൾ കാണുന്നോ, എന്നെ കാണാനായിട്ട് ഇത്ര പേര് നിൽപ്പുണ്ട്, ആ ഒരു രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ ഇന്ന രാഷ്ട്രീയക്കാർക്കെതിരെ പ്രതികരിക്കും, ഞാൻ ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുളിക്കും, ഞാൻ ഇനി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിൽ കുളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ എന്തായാലും ടീച്ചറിൻ്റെ ആ ഒരു വീഡിയോയിൽ നിന്നുള്ള ചെറിയ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. മനസ്സിലായല്ലോ? ഈ നാട്ടിലെ സംവിധാനങ്ങളില്ലേ? ഈ നാട്ടിലെ സംവിധാനങ്ങളൊന്നുമില്ലേ? ആരെ മോശമായ സ്ത്രീ? നിങ്ങളൊന്ന് കോടതി പോയി പറഞ്ഞു നോക്ക്, മോശമായ സ്ത്രീന്ന്. ആരെ മോശമായ സ്ത്രീ? ആരാണ്? കുളിക്കും കുളിച്ചുകൊണ്ടിരിക്കും. എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ്. ഈ കുളി എന്റെ പ്രതിഷേധമാണ്. മോശമായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല. ആരാ നിർവചിക്കാൻ? ആരാ നഗ്നത നിർവചിക്കാൻ? ഇരട്ടച്ചങ്കന്റെ ഭാര്യയൊക്കെ മൂക്കില്ലാത്ത ഒരു സാധനവും എനിക്കില്ല. മന്ത്രി ബിന്ദുവിനില്ലാത്ത ഒരു സാധനവും എനിക്കില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നഗ്നത എഴുതി വെക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തെമ്മാടിത്തരം ഭരണ സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ്. ആ തീരില്ലാതെ കുളിക്കും. ഇനി എന്ത് ചെയ്യും നിങ്ങള്? ഒരു തുണിയില്ലാണ്ട് കുളിക്കും.
ഓക്കെ ഫ്രണ്ട്സ്, ടീച്ചർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇത് മുഖ്യമന്ത്രിക്കുള്ള കുളിയാണ്, ഇത് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ടീച്ചർ പറയുന്നത്. ടീച്ചറിൻ്റെ ഈ അവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഞാൻ ഇനി ഇത്രയും ഡ്രസ്സ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ, അത് എൻ്റെ മാന്യത. ഇനി ഞാൻ ഇത്രയും ഡ്രസ്സ് ഇടത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുളിക്കുന്നത് എൻ്റെ മാന്യത. ഇനി ഞാൻ അവിടെ പോയി കുളിക്കും. അത് പ്രതികാരമാണ്, പ്രതിഷേധമാണ്. ഇനി ഞാൻ സെക്രട്ടറിൻ്റെ മുന്നിൽ കുളിക്കും, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിൽ കുളിക്കും. ഇത് തന്നെ ടീച്ചർ പറയുന്നത് വീണ്ടും വീണ്ടും വീണ്ടും. അല്ലാതെ എന്തിനു വേണ്ടിയിട്ട് ടീച്ചറിന് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറയുന്നില്ല. ടീച്ചർ ഇടയ്ക്കിടയ്ക്കും ടീച്ചറിൻ്റെ കോളേജിലെ അധ്യാപകരെയും അവിടുത്തെ പ്രിൻസിപ്പളിനെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റെന്താണ്? ടീച്ചറിനെതിരെ പ്രതികരിച്ച ആളെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ടീച്ചറിന് അതിനകത്ത് മിസ്റ്റേക്കുകൾ ഉള്ളതുകൊണ്ട് ടീച്ചറിന് ട്രാൻസ്ഫർ കൊടുത്തു. ട്രാൻസ്ഫർ നമുക്ക് സാധാരണ ഏത് ഇതിലും വരുന്നൊരു ഇതില്ലേ ട്രാൻസ്ഫർ കിട്ടുക എന്ന് പറയുന്നത്. അതിപ്പം ചെയ്യുക, ടീച്ചറിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തെളിയിച്ചതിന് ശേഷം ടീച്ചറിൻ്റെ തന്നെ കോളേജിലേക്ക് തിരിച്ചു വരിക, അതിനുള്ള വഴി. അല്ലാതെ ടീച്ചർ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ട്രാൻസ്ഫർ പിൻവലിക്കുമോ? മറ്റേ ആ സാറിനെ എന്തെങ്കിലും തൂക്കിക്കൊല്ലാൻ വിധിക്കുമോ? അതൊന്നും ഇല്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ വേ ഉണ്ട്. നമ്മുടെ മുന്നിൽ കോടതിയുണ്ട്, നിയമമുണ്ട്, ഒക്കെ തന്നെ. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ട് എല്ലാവരും കാശുണ്ടാക്കുന്നു, റീച്ച് ആക്കുന്നു, എൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ കാശുണ്ടാക്കുക, നിങ്ങൾ ലോക്കൽ ചാനലുകളെല്ലാം ഉയർന്നു വരുന്നുണ്ട്. ടീച്ചറും ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ഭയങ്കര ഹൈ ലെവൽ ചാനലാണോ? എല്ലാവരും കുഞ്ഞു കുഞ്ഞു ചാനലുകളിൽ നിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഒന്നും ടീച്ചർ കണ്ടു കാണില്ല. എന്തായാലും ഞാൻ ആരെയും അങ്ങനെ ഇതായിട്ട് പറയുന്ന വ്യക്തിയുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാനൊരു അധ്യാപികയാണ്, അതുകൊണ്ടാണ് ഞാനിത് ആദ്യം പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ടീച്ചറിന് അനുകൂലമായി പ്രതികരിക്കാനിരുന്നത് ഞാൻ ടീച്ചറിൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ടീച്ചറിനെ ചോദിച്ചത്. ടീച്ചറിനോടൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, ടീച്ചർമാർ ഇങ്ങനെയാണോ? ഞാൻ അന്ന് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നമ്മൾ ജീവനുള്ള വ്യക്തികൾ, വസ്തുക്കൾ എന്ന് നമുക്ക് പറയാം. അവരുടെ മുന്നിൽ നിന്ന് നമ്മുടെ എല്ലാ ഫീലിങ്സും, അതായത് ദേഷ്യം വന്ന ദേഷ്യം, സങ്കടം വന്ന സങ്കടം, സന്തോഷം വന്ന സന്തോഷം എല്ലാം കാണാനും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. LKGയിലെ കുഞ്ഞായാലും എഞ്ചിനീയറിംഗിലെ കുഞ്ഞായാലും ശരി, എല്ലാം നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളും നമുക്ക് കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്. അല്ലാതെ ഇപ്പം നമുക്ക് 24 വയസ്സും മുമ്പിലിരിക്കുന്ന ആൾക്ക് 40 വയസ്സാണെന്നും വിചാരിച്ച് നമ്മളവരെ ചേട്ടാ ചേച്ചി എന്ന് വിളിക്കത്തില്ലല്ലോ. നമ്മളെ മുമ്പിലിരിക്കുന്ന ആരും നമ്മുടെ മക്കളാണെന്നാണ് ഒരു അധ്യാപിക പഠിച്ചു വെക്കുന്നത്. പക്ഷെ ആ ഒരു ഇതിൽ അവർക്ക് മാതൃകയാകേണ്ട ടീച്ചർ ഈ രീതിയിൽ കാണിച്ച് ഇങ്ങനെയാണോ പ്രതികരിച്ച് കാണിക്കേണ്ടത്? നമ്മൾ അവരുടെ റോൾ മോഡൽസ് ആണല്ലേ. ഓരോ അധ്യാപകരും ഓരോരുത്തരുടെ റോൾ മോഡലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പഠിച്ച ഓരോ ക്ലാസ്സിലും എൻ്റെ ടീച്ചേഴ്സിന് എനിക്ക് പേരും ടീച്ചേഴ്സിൻ്റെ ക്യാരക്ടറും അവരെങ്ങനെയാണ് എന്ന് അവർ നമ്മുടെ റോൾ മോഡൽസ് ആണ്. റാണി മിസ് എന്ന് പറയും, ഞങ്ങളുടെ റാണി വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ SM വുമൻസ് കോളേജ് ഞങ്ങളുടെ HOD ആയിരുന്ന മിസ്സിനെ മറക്കുന്ന ഒരു കുട്ടികൾ പോലും കാണില്ല. ടീച്ചർ പഠിപ്പിച്ച ഒരൊറ്റ കുട്ടികളും ടീച്ചറിനെ മറക്കില്ല. അത്രമാത്രം സ്നേഹത്തോടെയാണ് ഞങ്ങൾ ആ ടീച്ചർ പഠിപ്പിച്ചു കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ കോളേജിൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച കാലഘട്ടമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമുള്ള ടീച്ചറുകളായിരുന്നു. ജിത മിസ്, കലാ മിസ്, മായ മിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് ദൈവത്തിൻ്റെ സ്ഥാനമാണുള്ളത്. കാര്യം അവരുടെ ക്യാരക്ടർ, അവരുടെ രീതി, അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ, ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കണം ടീച്ചർ എന്ന് പറഞ്ഞ് തരത്തക്ക രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങൾ. ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടീച്ചറിനെ കണ്ട് ടീച്ചർ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഷെയിമാണ്. സത്യം പറഞ്ഞാൽ മ്ലേച്ഛകരമാണ്, വളരെ മോശമാണ് ടീച്ചറിൻ്റെ പ്രവൃത്തി എന്ന് ഞാൻ പറയുള്ളൂ. ടീച്ചറിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചാൽ എന്ത്, ടീച്ചർ ആർക്ക് വേണ്ടി കുളിച്ചാലും ടീച്ചറെ നനയത്തുള്ളൂ. ടീച്ചറിനാണ് മോശം, അല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. ടീച്ചർ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നാളെ നമുക്ക് വേണ്ടി കുളിച്ചാലും ടീച്ചറിൻ്റെ പുറം നനയത്തുള്ളൂ, ഞങ്ങൾക്കൊന്നും ബാധിക്കാനില്ല. അവിടെ നമ്മൾ ആരെയും മോശമായിട്ട് പറയുകയോ ചിത്രീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഇന്ന് ടീച്ചറിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ടീച്ചർ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് അത് വളരെയധികം മോശമാണ്. ടീച്ചർ ആ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന രീതി, ഓക്കെ, അങ്ങനെയൊക്കെ ടീച്ചർ ചെയ്യുന്ന ടീച്ചറിനെതിരെ ഇങ്ങനൊരു പരാമർശം വന്നപ്പോൾ ഒന്നെങ്കിൽ ടീച്ചർ അതിനെ മാന്യമായ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എൻ്റെ യൂട്യൂബ് എൻ്റെ സ്വാതന്ത്ര്യം, അത് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ടീച്ചർ ഒന്ന് മോശ സ്ത്രീ എന്നൊരു പരാമർശമില്ല എന്ന്. അങ്ങനെ ഉണ്ടോ? തെറ്റ് ചെയ്യുന്നവർ മോശ സ്ത്രീ എന്ന് തന്നെയാണ് പറയുന്നത്, അല്ല അവരെ പതിവൃതി എന്ന് പറയില്ല. ടീച്ചറിൻ്റെ വീഡിയോസിൽ നിന്നാണ്. നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പിംഗ് കൂടെ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് വീണ്ടും പറയാം. ഒരു മണിക്കൂർ പറഞ്ഞാൽ പോലും തീരില്ല. ടീച്ചറിൻ്റെ അത്ര ഗംഭീരമായ രീതിയിലാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത്. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ടീച്ചറിന് ഒന്നിനും ഒരു വ്യക്തതയില്ല. ടീച്ചർ ഇതിപ്പോൾ ആരോടെങ്കിലും ഉള്ളൊരു പ്രതികാരമായിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല. ടീച്ചർ റീച്ച് ആവാൻ വേണ്ടി യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കുക. നമ്മൾ
ഒരു റിയാക്ഷൻ ചെയ്യുന്ന നമ്മുടെ ഒരു ഞാൻ പേര് പറയുന്നില്ല, അതിനകത്ത് ആ വ്യക്തി പറയുന്ന സത്യമാണ്. നമ്മൾ വന്നിരുന്ന് കുളിച്ചൊരുങ്ങി സുന്ദരനായിട്ട് വന്നിരുന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് മൈക്കൊക്കെ എടുത്ത് വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് ഇത്രമാത്രം റീച്ച് ആവുന്നില്ല. പക്ഷെ ഇവിടെ ഒന്നുമില്ലാതെ വന്നിട്ട് ഈ ഫോൺ അങ്ങോട്ട് വെച്ച് നിന്ന് കുളിക്കുന്നു, വീഡിയോ ഇടുന്നു, ആഹാ എത്രയൊക്കെ മില്യൺ വ്യൂസ്. ഇതാണ് ടീച്ചറിൻ്റെ ലക്ഷ്യം. ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല കാര്യം. അല്ലാതെ പ്രതികാരം എന്ന് പറഞ്ഞിട്ടുമ്പോഴും ടീച്ചറിന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലെങ്കിൽ ടീച്ചറിനെതിരെ പ്രവർത്തിച്ച വ്യക്തിക്ക് അവർ സസ്പെൻഷൻ കൊടുത്തു, ടീച്ചറിൽ അതിൽ തെറ്റുണ്ടെന്ന് കണ്ട് ടീച്ചറിന് ട്രാൻസ്ഫർ തന്നു, തീർന്ന പ്രശ്നം. ടീച്ചറിന് ഇപ്പോൾ എവിടെയാണ് ട്രാൻസ്ഫർ, അവിടെ പോയി ടീച്ചർ ജോലി ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ടീച്ചർ ഒരു ഗവൺമെന്റ് സർവൻ്റാണ്, ടീച്ചർ അങ്ങനെ ജോലി ചെയ്ത് പോകുക. അല്ലാതെ ഭരണകൂടത്തെ എതിർക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ടീച്ചർ പറഞ്ഞ കുറച്ച് ഭാഗങ്ങളോട് നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ചാനലുകളെല്ലാം പണം ഉണ്ടാക്ക്, ലോക്കൽ ചാനലുകൾ സത്യം അറിയാത്ത പണം ഉണ്ടാക്ക്. നിങ്ങളും കേട്ടു ഞാൻ, നിങ്ങളും പറയേണ്ടി വരും ഉത്തരം, നിങ്ങളും പറയേണ്ടി വരും. നിങ്ങൾ കൊടുക്കുന്നത് എനിക്കുള്ള ഏറ്റവും വലിയ സപ്പോർട്ട്, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. നിങ്ങൾ ഞാൻ കാരണം അരി വാങ്ങിച്ചു, എനിക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളത്, എനിക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളെ കൊണ്ട്. സന്തോഷമേ ഉള്ളൂ ലോക്കൽ ചാനലുകാരോട്. നിങ്ങൾക്ക് അവസരം തരുന്നത് മുഖ്യമന്ത്രിയാണ്. ലോക്കൽ ചാനലുകൾക്ക് ഇതുപോലെയുള്ള വാർത്ത കൊടുക്കാൻ അവസരം തരുന്നത് മുഖ്യമന്ത്രിയാണ്, ഭരിക്കുന്ന മന്ത്രിയാണ്. ചെയ്തിട്ട് പിന്നെ അതില് പ്രതിഷേധിച്ചതിന്റെ മേലെ എന്റെ ട്രാൻസ്ഫർ നിന്റെ ഇവന്റെ അച്ഛൻ്റെതാണോ കോളേജ്? ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിന്റെ അച്ഛന്റെ തറവാട്ട് വകയാണോ എഞ്ചിനീയറിംഗ് കോളേജ്? ആരാന്ന് നീയെല്ലാം ആരാന്ന്? നിനക്ക് ശിങ്കിടി പാടിയിട്ട് ഉപ്പ് ശേഖരിക്കുന്നവര് നിന്റെതാണോടോ കോളേജ്? നിന്റെതാണോടോ കോളേജ്? ഭരിക്കുന്നവരും ഞങ്ങള് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങള് വോട്ട് ചെയ്തിട്ട്, എന്റെ വീട്ടിൽ നിന്ന് 5 വോട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക്. 5 വോട്ടുണ്ട്. ഈ ഭരണ സംവിധാനത്തിന് 5 വോട്ടിന് നിങ്ങൾക്ക് വിലയില്ലേ? 5 വോട്ടിന് നിങ്ങൾക്ക് വിലയില്ലേ? എന്റെ നഗ്നത പാടുന്ന നാണമില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകാര് എന്റെ നഗ്നത പാടുന്ന നീ, പാടിക്കുന്ന നീ KN. ഈ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ, ഇപ്പം ഈ ടീച്ചറിന്റെ വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇതിനെതിരെ റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇതിനെതിരെയല്ല, ടീച്ചറിനെ അനുകൂലിച്ച് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. അതിനുശേഷം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്നു പേരുള്ള കണ്ണൂർ ജില്ലയിലെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് ഈ യൂട്യൂബർ ആയിട്ടുള്ള സ്ത്രീ. 1.5 വർഷം മുമ്പാണ് ഇവർ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കുറച്ചുകൂടി പിന്നോട്ട് അവരുടെ ജീവിതം എടുത്താൽ ഒരു ബ്രാഹ്മണ യുവതിയാണ്. 15ാമത്തെ വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞു. 19ാമത്തെ വയസ്സിൽ അവർക്ക് മകൾ പിറക്കുകയും, ഈ മകൾ പിറന്നതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവർ വീണ്ടും ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ഇവരുടെ അമിത മദ്യപാനിയായിട്ടുള്ള ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി. അങ്ങനെ രണ്ടാമത് അവർക്ക് ജനിച്ചത് ഒരു മകനാണ്. ഈ മകനെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ കണ്ടിട്ട് പോലുമില്ല. മകളും മകനും ഒക്കെ പഠിക്കാനല്ല മിടുക്കരായതുകൊണ്ട് മകൾ പ്രയത്നം കൊണ്ട് UK പഠിക്കാൻ പോയി. മകൻ സ്വന്തം ജീവിതവും നോക്കി ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്. അപ്പോ ഇവർ സ്വന്തം 15ാമത്തെ വയസ്സ് മുതൽ വലിയ തോതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതിനിടയ്ക്ക് അവരുടെ ഒരു 2ാം വിവാഹത്തിനോ ഒരു ലിവിംഗ് ടുഗദറിനോ ഒന്നും പോയിട്ടില്ല. ഇവർക്ക് വൃദ്ധയായിട്ടുള്ള ഒരു അമ്മയുണ്ട്, 78 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. ഈ വാർദ്ധക്യത്തിൽ ഒരു വലിയ ഒരു മേജർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അവർ വിശ്രമിക്കുകയാണ്. അപ്പോ കണ്ണൂരിലാണ് ഇവരുടെ സ്വദേശം. ഇവർ അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പ്രായമായ അമ്മയൊക്കെ സംരക്ഷിക്കാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇങ്ങനെ ഇവർ ജീവിച്ചു പോകുന്നതിനിടയിൽ 1.5 വർഷം മുമ്പ് ഇവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അവരുടെ ഒറ്റപ്പെട്ട ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി അവർക്ക് ആരോടും കാര്യങ്ങൾ സംസാരിക്കാനില്ല, അധികം സുഹൃത്തുക്കളില്ല, കേൾക്കാനും സഹായിക്കാനും ഒന്നും അധികം ആരുമില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർ ഒരു സന്തോഷത്തിന് വേണ്ടി അവരുടേതായിട്ടുള്ള ഒരു ആനന്ദം കണ്ടെത്താൻ വേണ്ടി അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. 19 വയസ്സിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് 2 കുഞ്ഞുങ്ങളുമായി ആരുമില്ലാതെ, തുണയ്ക്കാരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കാൻ ഈ കേരളത്തിൽ സാധ്യതയുള്ള എല്ലാ ദുരിതങ്ങളും അവർ അനുഭവിച്ചു. ഇത്രയും നാളത്തെ സർവീസിനിടയ്ക്ക് പലയിടത്തു നിന്നും പലതരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെന്റുകൾ അവർ അനുഭവിച്ചു. ഒന്നിനും അവർ വഴങ്ങിക്കൊടുത്തില്ല. കാരണം ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് എല്ലാവരും ഇവരെ ദുരുദ്ദേശത്തോടു കൂടി സമീപിച്ചു. അവിടെയൊക്കെ ഉന്നതന്മാരോടും പിടിപാടുള്ള ആളുകളോടും ഒക്കെ അവർ മുഖത്ത് നോക്കി നിന്റെ വീട്ടിലിരിക്കുന്ന അമ്മയോട് ചെന്ന് ചോദിക്കുക എന്ന രീതിയിൽ ധൈര്യത്തോടു കൂടി സംസാരിച്ചത് കൊണ്ട് പലയിടങ്ങളിൽ നിന്നും ഇവർക്ക് പലതരത്തിലുള്ള മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പറയുന്നത് ടീച്ചറെ അനുകൂലിച്ചാണ് കേട്ടോ ഈ യൂട്യൂബർ പറയുന്നത്. ശീതൾ എന്ന് പറയുന്ന യൂട്യൂബർ പറയുന്നത്
പക്ഷെ ഇവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വേദന ഉണ്ടാകുന്നുണ്ട്. 15-ാമത്തെ വയസ്സിൽ വിവാഹിതയാകുന്നു, 19-19 വയസ്സിൽ ഒരു മകൾക്ക് ജന്മം നൽകുന്നു. അതിനോടൊപ്പം തന്നെ അമിത മദ്യപാനിയായ ഭർത്താവുമായിട്ട് മുന്നോട്ട് ജീവിക്കുക, അത് വളരെയധികം ദുഃഖകരമാണ്. വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നു, അവർക്കൊരു മകൻ ജനിക്കുന്നു, മകനെ അവർ ഭർത്താവ് കണ്ടിട്ട് കൂടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്. ഇവർ ഒറ്റപ്പെട്ട് ജീവിച്ച് വന്ന ഇവർക്ക് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് സെക്ഷൽ ഹറാസ്മെന്റ് അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അവിടെ വരെ ഓക്കെ, സെറ്റ്. അതിന് നമ്മളൊരു കൂടെ നിൽക്കുന്നു. ഇങ്ങനെയുള്ളൊരു സ്ത്രീ, ഇങ്ങനൊരു അധ്യാപിക, ഇങ്ങനൊരു ചേച്ചി, നമുക്ക് അങ്ങനെ തന്നെ പറയാം, അവര് ആയിരുന്നു എങ്കിൽ ഓക്കെ, അവര് എന്തിനാണ് ഇങ്ങനെ വൾഗാരിറ്റി കാണിക്കുന്നത്? ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. അപ്പം മദ്യപാനത്തിന്റെ ഫലമായിട്ട്, ഭർത്താക്കന്മാരുടെ അമിത മദ്യപാനം, സംശയം, ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് ദുഃഖിച്ച് ജീവിക്കുന്നവര്, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, നമ്മുടെ കൺമുന്നിലുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെയൊക്കെ. അവരൊന്നും ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നില്ല. അതായത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. എനിക്ക് ഇവിടെ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നുന്നത്, ടീച്ചറിന് റീച്ച് ആവാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, ഞങ്ങൾക്ക് വേറൊരു ചാനലുണ്ട്, ASR to KSR Vlogs എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്. അതിനകത്ത് വലുതായിട്ട് നമ്മളൊന്നും ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മോളുടെ ഡാൻസ് ആണ് നമ്മുടെ പരമമായ ലക്ഷ്യം, അവളുടെ ഡാൻസ് ഒന്ന് സെറ്റാക്കി എടുക്കുക, അതാണ്. അപ്പം ഒരു ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയും, റീച്ച് ആവാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി എന്താ പറയുക, ആരെങ്കിലും പോയി നിങ്ങൾ തെറി വിളിക്കണം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ട്, ആളുകൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു വൾഗാരിറ്റി, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും തെറി വിളിക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റുകളായിരിക്കണം, അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. അവരുടെയൊക്കെ ചാനലുകളാണ് വളരെയധികം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ മില്യൺ വ്യൂസ് ഒക്കെ പോകുന്നത്. അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാരെ എത്ര എഡിറ്റ് ചെയ്ത്, ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ഓരോ വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ട് അന്നേരം പോലും നോക്കാൻ തുടങ്ങുന്നത്, എത്ര പേര് കണ്ട്. നമുക്ക് നമ്മൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്ര പേര് കണ്ടു, നമ്മുടെ ചാനലിൽ അത് എത്രമാത്രം ഗുണകരമാണ് എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഓരോരുത്തരുടെയൊക്കെ കമന്റ് ബോക്സ് എടുത്താണ്ടല്ലോ വായിക്കാൻ പോലും കഴിയില്ല, അത്രമാത്രം കമന്റ്സ് ആയിരിക്കും. അതേസമയം നമുക്കൊക്കെ വരുന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10, 15 അല്ലെങ്കിൽ കൂടിപ്പോ ഒരു 50 കമന്റ്. അതാണ് ഏറ്റവും കൂടിയ കമന്റ് ആയിട്ടൊക്കെ 60 ആ റേഞ്ച് കമന്റാണ് വന്നിട്ടുള്ളത്, ആകെപ്പാടെ നമ്മൾ വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഇവരെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്, പിന്നെ അത്രയും ക്ലാരിറ്റി ഉള്ള ഫോണൊന്നും അല്ല, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യുന്നതായാലും സിസ്റ്റത്തിലൊന്നും അല്ല, മൊബൈലിൽ തന്നെയാണ്. പിന്നെ മൈക്കില്ല, പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, അതൊക്കെ സംഭവിക്കും, അതൊക്കെ വരാറുണ്ട്. നമ്മൾ സാധാരണക്കാരാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ഒന്നും അതിനുവേണ്ടി റീച്ച് ആവാറൊന്നും ഇല്ല, ഒന്നും പോയിട്ടുമില്ല. ഇനി എങ്ങാനും പോയാലേ ഉള്ളൂ, പോയിട്ടില്ല. അപ്പം ഓക്കെ, നമ്മൾ വിഷയം മാറിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ റീച്ച് ആവുക, നമ്മുടെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുക, തിളങ്ങി നിൽക്കുക എന്ന് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വേണം. അതിന് ഏറ്റവും മുമ്പേ റീച്ച് ആവുകയും സോഷ്യൽ മീഡിയയിൽ തരംഗമാകാനും പറ്റുന്ന ഒരു വിഭാഗം ഈ ഒരു വൾഗാരിറ്റി, ന്യൂഡിറ്റി, ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ഫീൽഡ് ടീച്ചർ അറിഞ്ഞുകൊണ്ട് തന്നെ സെലക്ട് ചെയ്തതാണിത്. ടീച്ചർ ആ ടെറസിൽ നിന്ന് കുളിക്കുന്നത്, ടീച്ചറിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സിൽ വരുന്ന ഒരു ക്ലിപ്പിങ്ങിൽ വരുന്ന ഒരു വേർഡുണ്ട്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുണ്ടല്ലോ, നമുക്ക് തൊലി ഉരിഞ്ഞു. നമ്മുടെ കുഞ്ഞു മക്കൾ അത് കണ്ട അത്രമാത്രം മോശമുള്ള ഒരു അധ്യാപിക ആവണ്ട, 10ാം ക്ലാസ് ബേസിക് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസമില്ലാതെ നമ്മുടെ പ്രായത്തിലുള്ള പണ്ടുള്ളവർക്കൊന്നും അതിനുവേണ്ടി വിദ്യാഭ്യാസം ഇല്ല. അപ്പോൾ അവർ പോലും എനിക്കൊന്നും ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഉപയോഗിക്കാറില്ല. ആ രീതിയിലാണ് ടീച്ചർ ഉപയോഗിച്ചത്. അപ്പോൾ ആ ടീച്ചറിനെ അനുകൂലിച്ച് സംസാരിക്കാൻ എനിക്ക് അത്ര, പക്ഷെ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ വിഷമമുണ്ട്. ടീച്ചർ ഇങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ വരുന്നവരാരും ഇങ്ങനെ പോയ ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. ഇവർ 100% ചിലപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും, അറിയില്ല. എന്തായാലും ടീച്ചർ ഇനിയെങ്കിലും ടീച്ചറിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. അതായത് ഇതൊക്കെ അവസാനിപ്പിച്ച്, ടീച്ചറിൻ്റെ ചാനൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഭേദപ്പെട്ട രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ടീച്ചറിൻ്റെതായ നല്ല രീതിയിലുള്ള ടീച്ചറിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കാണ് ടീച്ചറെ റീച്ച് ആവാൻ പറ്റും. കാര്യം ഓൾറെഡി ടീച്ചറിൻ്റെ ചാനൽ ഇപ്പോൾ റീച്ചിൽ നിൽക്കുവാണ്. അപ്പോൾ ടീച്ചറിനെ റീച്ച് ആയിട്ട് നിൽക്കാൻ വേണ്ടി ടീച്ചർ ലൈവൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ലൈവിലൊക്കെ വരുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം നോക്കണം. ഇപ്പം ഞാൻ എൻ്റെ ചാനൽ ലൈവ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ലൈവിലൊക്കെ ചാനൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടിപ്പോയി 120 ആ റേഞ്ച് മെമ്പേഴ്സ്. മീൻസ് ഒരു മിനിറ്റ് നിൽക്കുന്നില്ല, ഒരു മിനിറ്റിലാണെങ്കിൽ ചിലപ്പോൾ ഒരാൾ, ചിലപ്പോൾ 2 ആൾ, അത്രയും ആളുകളെ കാണാറുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ചാനലുകളിലുള്ള ആളുകളുടെ തള്ളിക്കയറ്റമുണ്ട്. അപ്പം നിങ്ങൾ തന്നെയാണ് ഈ ജനങ്ങൾ, നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് അവരെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. നിങ്ങളതൊന്ന് ടീച്ചറിൻ്റെ വീഡിയോസ് വരുമ്പോൾ നിങ്ങളൊന്ന് കാണാതിരുന്ന് നോക്കേ, അപ്പോൾ തീരെ അവരുടെ ഈ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കലും വൾഗാരിറ്റി പ്രദർശിപ്പിക്കലും അവിടെ അവസാനിക്കും. പക്ഷേ അപ്പം ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ തന്നെയാണ്. ആ സപ്പോർട്ട് നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ ഇതെല്ലാം അവിടെ അവസാനിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ.
അപ്പം ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഒരു സപ്പോർട്ട് ചെയ്ത് കണ്ട ഈ ഒരു വീഡിയോ കണ്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം ടീച്ചറിന് എത്രമാത്രം അതെനിക്ക് ആ ഒരു വീഡിയോ ചെയ്യുന്ന ആ വ്യക്തി മാത്രമാണെന്ന് തോന്നുന്നു ഇവരെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ. വേറെ ആരെയും കണ്ടില്ല, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടി ഇവരുടെ എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷമാണോ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല, അതോ ഇനി പറയിച്ചാണോ എന്നും അറിയില്ല. എന്തോ ആയാലും ഇവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നെങ്കിൽ ഇവർ കുറച്ച് തോന്നിക്കുകയല്ല. പക്ഷെ ഇനി അവരത് സപ്പോർട്ട് ചെയ്യും. കാര്യം ഇവർ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അവരുടെ വെച്ച് ഒരുപാട് പേര് കാശുണ്ടാക്കുന്നത്. നമ്മളങ്ങനെ തുനിഞ്ഞ് നിന്നിട്ടല്ലേ നമ്മളെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത്. അതായത് അവരിങ്ങനെ കാണിക്കുന്നത് കൊണ്ടല്ലേ ആ ക്ലിപ്പിങ്സ് എടുത്ത് ബാക്കിയുള്ളവർ വൈറലാകാൻ നോക്കുന്നത്. നമ്മളങ്ങനെ കാണിക്കാതിരുന്ന പ്രശ്നമില്ലല്ലോ. അപ്പം ടീച്ചറിനോടൊരു അഭ്യർത്ഥനയാണ്, ഇനിയെങ്കിലും ടീച്ചർ ഈ ഓപ്പൺ എയറിലുള്ള കുളി, ടീച്ചർ പറയുന്നുണ്ട് ഞാൻ ഇനി ഇത്രയും ഡ്രസ്സ് പോലും ഇടില്ലാതെ കുളിക്കുമെന്ന്. അതൊക്കെ ഒന്ന് ആ ഒരു സംസാരിക്കുന്ന രീതി തന്നെ തെറ്റാണ്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ടീച്ചറിൻ്റെതായ രീതിയിൽ ടീച്ചറിന് തന്നേക്കുന്ന ജോലി ടീച്ചർ മാന്യമായി ചെയ്യുക. ഭരണത്തെയും നമ്മൾ തെറ്റാണെങ്കിലും ഓക്കെ, നമ്മൾ എതിർക്കുന്നതിനൊന്നും മോശമില്ല. ഇതിപ്പോൾ ടീച്ചറിനെ ഏത് രീതിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയും ഭരണകർത്താക്കളും സഹായിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ടീച്ചറിന് ട്രാൻസ്ഫറാണ് പിൻവലിപ്പിക്കേണ്ടതെങ്കിൽ അതിന് ഒരുപാട് മറ്റു മാർഗങ്ങളുണ്ട്. അത് പിൻവലിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ടീച്ചറിന്റെ മാതാവിനെ സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ടീച്ചറിന് ട്രാൻസ്ഫർ മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞൊരു നിവേദനം അങ്ങനെ സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറാവുന്നില്ല. അല്ല ഇങ്ങനെ ഒരു രീതിയിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീച്ചറിന്റെ സെക്രട്ടറിന്റെ മുന്നിൽ പോയി കുളിച്ചാലും എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുമ്പിൽ പോയി കുളിച്ചാലും ഇനി ടീച്ചറിന് മെന്റലാണ് ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പം മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ ന്യൂഡിറ്റി ഒക്കെ കാണിക്കുന്നത് മോശമാണെന്നുള്ള കാര്യം ബോധമുള്ളവർക്ക് അറിയാമല്ലോ. അപ്പം ബോധമില്ലാത്തവരങ്ങനെ ചെയ്യുന്നുള്ള രീതിയിൽ ആ ഒരു പേര് ടീച്ചറിന് വരാതിരിക്കട്ടെ. എന്തായാലും ടീച്ചർ ഒന്ന് തിരിച്ച് ചിന്തിക്കുക. നമ്മളൊരു അധ്യാപികയാണ്, നമുക്ക് നമ്മുടെ ഒരുപാട് പേര് റോൾ മോഡൽസ് ആക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ടീച്ചറിനെ അനുകൂലിക്കുന്നവരെ എന്നെ വിമർശിക്കാനായിട്ട് കമൻറ്റ് ബോക്സിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിലും 2 കമൻറ്റ് വരട്ടെ അല്ലേ. ഓക്കെ, എന്തായാലും എൻ്റെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ടീച്ചറിനെ കുറിച്ചുള്ള പുതിയ വീഡിയോസ് എന്തായാലും വരുമായിരിക്കും. അപ്പം നമുക്ക് വീണ്ടും ഇതിനെ തുടർ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. വീണ്ടും പുതിയ വീഡിയോ കാണാം.